السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا ومنجينا وهادينا ومرشدنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ആദരവ് നിറഞ്ഞ നമ്മുടെ ഉസ്താദുമാരെ, പ്രവർത്തകരെ, വളരെ അർത്ഥവത്തായ 2 പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. വളരെ കുറഞ്ഞ സമയമാണെങ്കിലും ആമുഖ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും നമ്മൾ ഉസ്താദുമാർ വ്യത്യസ്തമായ 2 വിഷയങ്ങളിലേക്കുള്ള സൂചനകൾ നൽകി. അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കാതെ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെട്ട ഒരു ഇബാദത്താക്കി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെ മഹ്ശറ വൻസഭയിൽ വിഷമിക്കുന്ന അവസരങ്ങളിൽ മീസാനെന്ന തുലാസിൽ വളരെ കനം കൂടുന്ന നമുക്ക് സന്തോഷം നൽകുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും വളരെ വലിയ നന്മകളായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാവരും നിയ്യത്ത് നന്നാക്കിയിട്ട് ക്ലാസ്സിലിരിക്കുക. നമ്മൾ ചെലവഴിക്കുന്നത് വളരെ പുണ്യമായ ഒരു രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് നാം ഈ ചെലവഴിക്കുന്നത് അത് മണിക്കൂറാണെങ്കിൽ അത്ര അള്ളാഹു നമ്മൾ നിന്ന് കബൂൽ ചെയ്യണം. അത് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു നല്ലൊരു നിയ്യത്തോടെ ഇഖ്ലാസോടെ നമ്മൾ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഇത് കബൂൽ ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ പുണ്യമായ ഒരു രാത്രിയിലാണ് നമ്മളുള്ളത്. നമ്മൾ പലപ്പോഴും കേട്ടതായിരിക്കും, എന്നാൽ നമ്മിൽ നിന്നും ഈ കഴിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡുകളും അതിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് നാം ഒന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് ആവർത്തിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഇരിക്കുന്ന ഈ സമയം അഫ്ളലു അയ്യാമിദ് ദുനിയ, അല്ലാഹു പടച്ച ഈ ദുനിയാവിലെ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഫضലുള്ള ദിനരാത്രങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറഫയുടെ രാത്രിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഞാൻ കൂടുതൽ ചരിത്രങ്ങളിലേക്കോ ഇബ്രാഹിം നബിയുടെയോ അല്ലെങ്കിൽ കഅബയുടെയോ അല്ലെങ്കിൽ സംസമിന്റെയോ അല്ലെങ്കിൽ ഹജറുൽ അസ്വദിന്റെയോ ഒന്നും ചരിത്രത്തിലേക്കൊന്നും കടക്കാതെ ഏതാനും ചില പോയിന്റുകൾ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നുകൊണ്ട് നമ്മുടെ ഖൽബിനും ഹൃദയത്തിനും ഒരുപാട് ചിന്തകൾ നൽകുന്ന, ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായേക്കുന്ന, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായേക്കുന്ന ചില പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊക്കെ വേഗം ഉറങ്ങണം, അത്താഴത്തിന് എണീക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, തസ്ബീഹ് നിസ്കരിക്കണം, നമുക്ക് കഴിയുന്നത്ര ഹയാത്താക്കണം. ഈ ക്ലാസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കതിനൊക്കെ ഒരു പ്രചോദനമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അഫ്ളലു അയ്യാമിദ് ദുനിയ, അല്ലാഹു പടച്ച ഈ ദുനിയാവിന്റെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാത്രിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. മാത്രമല്ല പലരും ചിന്തിക്കാതെ പോയ മറ്റൊരു കാര്യമാണ് ഈദുൽ ഹജ്ജ് മാസം എന്ന് പറയുമ്പോൾ അത് ഹിജ്റ വർഷ പ്രകാരം
ആഖിറുസ്സനത്തി അല്ലെങ്കിൽ ഖാത്തിമത്തുസ്സനത്തി, ഈ വർഷത്തിന്റെ അവസാനത്തെ മാസമാണ്. കഴിഞ്ഞ മുഹറം പുലരുന്ന സമയത്ത് ഉസ്താദുമാരുടെയും മറ്റും ക്ലാസ് കേട്ട് നമ്മൾ ഒരുപാട് ഉന്മേഷത്തോടെ ഓതുവാനും നിസ്കരിക്കുവാനും തസ്ബീഹ് നിസ്കരിക്കുവാനും ഖുർആൻ ഓതാനും അങ്ങനെ എനിക്കെന്തൊക്കെ ആയിത്തീരണം, എൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ പോരായ്മകളൊക്കെ പരിഹരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചെങ്കിലും മെല്ലെ മെല്ലെ അതിങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. ഇന്നൊരു ഖത്തം തീരണമെങ്കിൽ ചിലപ്പോൾ 5-6 മാസം വേണ്ടി വരും. ഇന്നൊരു തസ്ബീഹ് നിസ്കരിക്കാൻ വേണ്ടി നമുക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് അകന്നകന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായി ഇതാ വർഷങ്ങൾ ഇതാ കഴിഞ്ഞു പോകുന്നു, നിന്റെ ആയുസ് ഇതാ കഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളെ തട്ടി ഉണർത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും, മുഹറം മാസം ഇതാ അടുത്ത മാസമാണ്, പുതുവത്സരം കടന്നു വരികയാണ്. അപ്പോൾ ഇനിയുള്ള ഈ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി നമ്മൾ അയ്യാമുൽ അശ്റിൽപ്പെട്ട. ഇനിയുള്ള ഏതാനും നിമിഷങ്ങളും മണിക്കൂറുകളും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ മുഹറം മുതൽ ഇതുവരെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളും അള്ളാഹുവിൽ പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിച്ചുകൊണ്ട് കഴിയുന്നത്ര നന്മകൾ, പ്രത്യേകിച്ച് നമുക്ക് പെരുന്നാളിന്റെ അവധിയൊക്കെ വരികയാണ്, കഴിയുന്നത്ര നന്മകൾ പെരുപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ അവസാനത്തെ മാസം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാൻ നാം തയ്യാറാകുക. മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, ഒരുപക്ഷെ അള്ളാഹു നമുക്കിട്ട് തരുന്ന ചില അവസരങ്ങളാണ്. ഓ അടിമ, അബിദിനോട് അള്ളാഹു വിളിച്ചിട്ട് പറയുന്നത് പോലെ നിങ്ങൾക്ക് പല തിരക്കിലും പെട്ട് നിങ്ങളുടെ കച്ചവടങ്ങളിലും ജോലികളിലും മറ്റുള്ള ബിസിനസ്സുകളിലും മറ്റുള്ള ജീവിതത്തിന്റെ തിരക്കിലും പെട്ട് ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ഇബാദത്തെടുക്കുവാനോ നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ എന്റെ വകയായിട്ട് ഒരു 10 ദിവസം, അതാണെങ്കിൽ അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിൽ വെച്ച് ഏറ്റവും അഫ്ളലായ രാത്രികളാണ്. അത് നിങ്ങൾ പൂർണ്ണമായി ചെലവഴിക്കുന്നവർ ചെലവഴിക്കുക. അത് പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു സൂചന പറയാതെ പറഞ്ഞുകൊണ്ട് അല്ലാഹു നമുക്ക് മുമ്പിൽ ഇട്ടുതരുന്നതാണ് എന്ന് മഹാന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്ന സമയത്തൊക്കെ ഏതാനും ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള മണിക്കൂറുകളൊക്കെ ഉപയോഗിക്കാം. മാത്രമല്ല ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ, പരിശുദ്ധമായ ഹജ്ജടങ്ങിയ മാസമാണ് നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞു. അതേപോലെ പരിശുദ്ധമായ അറഫ ദിനം ഉള്ള ഒരു മാസമാണ്. മാത്രമല്ല സുന്നത്ത് നോമ്പുകൾക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലം നൽകുന്ന മാസമാണ്. നമ്മൾ അറഫ നോമ്പ് വരാൻ പോവുകയാണ്. കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ 2 വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കാൻ പാകത്തിലുള്ള വലിയ പുണ്യമുള്ള നോമ്പടങ്ങിയ മാസമാണ് ദുൽഹിജ്ജ. മാത്രമല്ല വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, ഈ മഅലൂമാത്തായ അതായത് ഈ 10 ദിവസങ്ങളിൽ ദിക്ർ ചൊല്ലാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി, അതേപോലെ തക്ബീറുകളും തഹ്ലീലുകളും തസ്ബീഹുകളും ധരിപ്പിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ മാസമാണ്. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാൻ തോന്നും, നമുക്ക് മറ്റുള്ള ചർച്ചകൾ ചെയ്യാൻ തോന്നും. രാഷ്ട്രീയ ചർച്ചകളോ മറ്റുള്ള പത്രമാധ്യമങ്ങളിൽ വരുന്ന മീഡിയകളിൽ വരുന്ന ചർച്ചകളോ ഫേസ്ബുക്കിൽ വരുന്ന മറ്റുള്ള കാര്യങ്ങളോ ഇരുന്ന് ചർച്ച ചെയ്യാൻ ഒരു മുഅ്മിന് സാധിക്കില്ല. കാരണം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പോവുകയാണ്. മാത്രമല്ല മഹാന്മാർ, പ്രത്യേകിച്ചും സൂഫി വേര്യന്മാർ, അവരൊക്കെ ഇതിനെ ചർച്ച ചെയ്യുന്ന സമയത്ത് വെറും ചരിത്രം പറഞ്ഞ് അവർ ഒഴിവാക്കാതെ നമുക്ക് ചിന്തിക്കാൻ ഉതകുന്ന ചില പോയിന്റുകളൊക്കെ അവർ നമ്മളെ മനസ്സിലേക്ക് ഇട്ടു തരുന്നു. അവർ പറയുന്നു, ഈ മാസം അജലി, എന്റെ ആയുസ് കഴിഞ്ഞു പോകുന്നല്ലോ, ഞാൻ എന്റെ ആഖിറത്തിലേക്കുള്ള ജീവിതത്തിന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ഖേദത്തോടെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നു. ശരിയാണല്ലോ. എന്റെ അനുഭവം തന്നെ പറഞ്ഞാൽ ഈ ദുൽഹിജ്ജ 1-ാമത്തെ ദിവസം മുതൽ ഇതുവരെ കാര്യമായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ചില സൂഫിവര്യന്മാർ പറയുന്നു, അത് വരാൻ വേണ്ടി കാത്തു നിന്നിട്ട് ചില സ്വാലിഹീങ്ങളായ ആളുകൾ ഓരോ ദിവസവും ദുൽഹജ്ജ് 1 എന്നാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ ദിവസങ്ങളിലും
ചുരുങ്ങിയത് 3 ജുസ് എങ്കിലും ഓതിയിട്ട് 10 ദിവസം കൊണ്ട് ഒരു ഖത്തം പൂർത്തിയാക്കിയിട്ട് പെരുന്നാളിന്റെ വിശുദ്ധമായ ആ ദിവസം തന്റെ മരിച്ചുപോയ ഉമ്മനീങ്ങൾക്കും ഉമ്മ പാപ്പാന്മാർക്കും വേണ്ടി പെരുന്നാളിന്റെ വിശുദ്ധമായ രാത്രിയിൽ നമ്മളൊക്കെ സന്തോഷിക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന അവർക്കൊരു സന്തോഷമേകാൻ വേണ്ടി വലിയ ഹദിയായിട്ട് ഖത്തം ദുആ ചെയ്യുന്ന സ്വാലിഹ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചിന്തിക്കും, അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ അല്ലേ, കാരണം ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ തുദക്കിറു അൻ ഇൻഖിളാഇൽ അജൽ, നമ്മുടെ കഴിഞ്ഞു പോകുന്ന ആയുസ്സിനെ കുറിച്ച് വളരെ വേഗത്തിൽ ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചർച്ചയിൽ വരാത്തൊരു കാര്യമാണ്. തൊട്ടടുത്ത മാസം മുഹറമാണ്, അഥവാ ഒരു കൊല്ലം കഴിയുകയാണ്. ആ കഴിയുന്ന സമയത്തെങ്കിലും പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഇനിയൊരു ദുൽഹജ്ജ്, ഇനിയൊരു അറഫാ ദിവസം, ഇനിയൊരു ഹജ്ജ് മാസം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമോ എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. കിട്ടുന്ന ഈ മണിക്കൂറുകൾ അത് ലാഭം എന്ന് ചിന്തിച്ചുകൊണ്ട് പൂർണ്ണമായി അതിലേക്ക്, പ്രത്യേകിച്ച് ഈ രാവുകൾ നമ്മൾ അല്പം ഉറങ്ങിയിട്ട് എണീക്ക് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളൊക്കെ പൂർണ്ണമായി ഇബാദത്തിൽ മുഴുകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കേണ്ടത്, ഈ പറയുന്ന ദിവസങ്ങളിലും അതേപോലെ തന്നെ ദുൽഹജ്ജിന്റെ മറ്റുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ച് അറഫാ ദിവസവും ഇങ്ങനത്തെ ഈ ദിവസങ്ങളിലൊക്കെ അല്ലാഹു പാപികളായ നമ്മോട് കാണിക്കുന്ന വലിയൊരു മഹബ്ബത്ത് തസവൂഫിന്റെ പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്യുന്ന അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് ഓരോ ഇബാദത്തിനും നൽകുന്ന ചില തസ്ബീഹുകൾക്ക്, ചില തഹ്ലീലുകൾക്ക്, ഒരു നോമ്പിനൊക്കെ നൽകുന്ന പ്രതിഫലം നമുക്ക് എടുത്താൽ പൊങ്ങാത്ത എന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അത്രയും പ്രതിഫലമാണ്. ശരിക്കും നമ്മളൊന്നും അതിനെ അർഹിക്കുന്നില്ല, പാപികളാണ്, ദോഷികളാണ്. ദുൽഹജ്ജ് ഒന്നായിട്ട് പോലും നമ്മൾ ഒരുങ്ങിയിട്ടില്ല, കഴിയാൻ പോയിട്ടും നമ്മൾ തുടങ്ങിയിട്ടില്ല. എന്നിട്ടും അർഫാ ദിവസം ഒരാൾ നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തെ പാപങ്ങൾ അല്ലാഹു ഫ്രീ ആയിട്ട് അങ്ങോട്ട് പുറത്തു തരികയാണ്. അല്ലാഹു പാപികളായ നമ്മോട് കാണിക്കുന്ന ആ മഹബ്ബത്ത്, ആ ഇഷ്ടം, അത് നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ട് തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാൻ നാം ഒരുങ്ങുകയും ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നാം തയ്യാറാവുകയും ചെയ്യുക എന്ന് മഹാന്മാർ പറയുന്നു. ഇങ്ങനെ ഒരുപാട് ആത്മീയമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതന്നുകൊണ്ടാണ് ദുൽഹജ്ജ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നു, ഇത്തരമൊരു മഹത്തായ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകിയതിൽ നാം തീർത്തും അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും ബാധ്യസ്ഥരാണ് നാം. എന്തിനു വേണ്ടി? ലിതൂലിൽ ഉംരി, തൂലുൽ ഉംർ അള്ളാഹു നമുക്ക് നൽകി, അഥവാ നമുക്ക് ദീർഘായുസ് നൽകി. നാമെങ്ങാനും ഈ ദുൽഹജ്ജ് 1 മുമ്പ് അല്ലെങ്കിൽ ഈ അറഫാ ദിവസത്തിന് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുണ്യങ്ങളൊന്നും നേടാൻ സാധിക്കില്ല. നാളെ അറഫാ ദിവസം എങ്ങാനും നമുക്ക് നോമ്പ് നോക്കാൻ സാധിക്കാതെ ഇരുന്നാൽ, നാം മരിച്ചുപോയാൽ അല്ലെങ്കിൽ അതിന് തടസ്സമാകുന്ന വല്ല രോഗങ്ങളും വന്നു കഴിഞ്ഞാൽ ആ 2 വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കുക എന്നുള്ള വലിയൊരു ഓഫർ, വലിയൊരു ലാഭം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നു, ഇത്തരം പുണ്യകരമായ രാത്രികളിൽ അള്ളാഹു നമ്മെ എത്തിച്ചു എന്നുള്ളത് തന്നെ അള്ളാഹുവിനോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹവും വല്ലാത്തൊരു ഇഷ്ടവും, സാബിയായ എന്നെ അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ വാതിൽക്കലേക്ക്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ആ വാതിൽക്കലേക്ക് എന്നെ എത്തിച്ചല്ലോ. അതിന് മുമ്പ് എത്ര ആളുകളൊക്കെ മരിച്ചുപോയി. പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാരൊക്കെ മരിച്ച് മണ്ണിനടിയിലായി. അവർക്കൊന്നും ഇത്തരമൊരു വിശുദ്ധമായ രാത്രി അതിൽ എത്താൻ അവർക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടിയാണ് ആമുഖമായിട്ട് ഇത്തരം കാര്യങ്ങൾ തസവൂഫിന്റെ പണ്ഡിതന്മാർ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്ന സ്വാലിഹ്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. ഓരോ മാസങ്ങളും പ്രത്യേകിച്ച് ഇതുപോലത്തെ പുണ്യകരമായ വളരെ പുണ്യമായ മാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അള്ളാഹു എന്നെ ഇതിലേക്ക് എത്തിച്ചല്ലോ, ഇത് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് എന്റെ തന്നെ തെറ്റാണ്, എന്റെ തന്നെ വീഴ്ചയാണ്. നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, യാലൈതനി എന്ന് പറഞ്ഞ് കരയേണ്ട ഒരവസ്ഥ വന്നാൽ അത് നിന്റെ തന്നെ വീഴ്ചയാണ് എന്ന് നഫ്സിനോട് പറഞ്ഞുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് എന്നാണ് മഹാന്മാർ പറയുന്നത്.
അത് കൂടുതലായിട്ട് ഇനി നിർത്തി പറയുന്നില്ല. ഏതായാലും മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ദുൽഹിജ്ജ മാസം നമ്മൾ മുഹറം മാസത്തെ കുറിച്ച് പറയുന്നത് പോലെ അള്ളാഹു ആദരിച്ച 4 മാസങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് നാം സാധാരണ കേട്ട ആയത്തുകളാണ്. ഇതിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടൊന്ന് ഓതുന്നു എന്ന് മാത്രം ബറക്കത്തിന് വേണ്ടി. 12 മാസങ്ങളാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അതിൽ അർബഅത്തുൻ ഹുറും, അതിൽ 4 വളരെ പുണ്യകരമായ മാസമാണ്. എന്നിട്ട് അള്ളാഹു അതിന്റെ അവസാനത്തിൽ പറയുന്നു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആ മാസങ്ങളിൽ, ഈ പുണ്യകരമായ 4 മാസങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ നഫ്സിനോട് ദുൽമ ചെയ്യരുത്, തെറ്റുകൾ സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കണം. മഹാന്മാർ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഇത്തരം പുണ്യകരമായ മാസങ്ങളിലും സമയങ്ങളിലും തെറ്റ് ചെയ്യുക. തെറ്റുന്നേരം നമ്മൾ വിചാരിക്കുക ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ വലിയൊരു പുണ്യവാളാണ്, ഞാൻ വിഭജിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല. അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു ഹൈറിനെ തടയുന്ന അല്ലെങ്കിൽ ഒരു ജമാഅത്തിന് നഷ്ടപ്പെടാൻ കാരണമാകുന്ന, ചിലപ്പോൾ നമ്മൾ മൊബൈലിൽ പിന്നെ കളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് രസിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു കോമഡി കണ്ട് രസിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രോള് കണ്ട് ചിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും നമ്മുടെ ആയുസ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അതൊക്കെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം തെറ്റ് തന്നെയാണ്. അങ്ങനെ ഇത്തരം മാസങ്ങൾ നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇത് നാം ചിന്തിക്കുക. എൻ്റെ നഫ്സിനോടും ഇതിൽ ഇപ്പോൾ ലോഗിൻ ചെയ്ത് വന്ന നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, ഈ ദുൽഹജ്ജ് 1 വരുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ജീവിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്? നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിച്ച് റെഡിയായി നമ്മൾ ബെഡിലേക്ക് പോയി മൊബൈൽ എടുത്ത് ഫേസ്ബുക്കിലുള്ള എല്ലാ പോസ്റ്റുകളൊക്കെ നമ്മൾ വായിച്ച് ചിരിച്ച് കളിച്ച് പിന്നെ മറ്റുള്ള എല്ലാ ചർച്ചകളും, അപ്പോൾ നമ്മൾക്കിപ്പോൾ ആനുകാലികമായി പല ചർച്ചകളുമാണ് ടി വിയിലും ഫേസ്ബുക്കിലൊക്കെ. അത് സ്വർണ്ണക്കടത്ത്, അത് ഇത്, പിന്നെ എന്തൊക്കെയോ ചർച്ചകളാണ്, ബാലപീഠനം, അങ്ങനെ പല കാര്യങ്ങളും ചർച്ചകൾ ചെയ്ത് സമയം ഇങ്ങനെ ഉറങ്ങുന്നവരെ നമ്മൾ ചെലവഴിക്കുന്നു. അവസാനം ഉറക്കു വരുമ്പോൾ പുതച്ചുറങ്ങുന്നു. അപ്പോൾ ദുൽഹജ്ജ് 1 മുമ്പ് നമ്മൾ ജീവിച്ചത് അങ്ങനെയാണ് എന്ന് വിചാരിക്കുക. ദുൽഹജ്ജ് 1 വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ അതിലൊരു ഓളം ഉണ്ടായിട്ടുണ്ടോ? ഇനി അല്പ ദിവസം, ഒരു 10 ദിവസം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അല്പം ചില കാര്യങ്ങൾ ന്യൂസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാന്നല്ലാതെ അതിൽ തന്നെ നമ്മൾ സമയം ചെലവഴിച്ച് ഞാൻ സമയം കളയരുത്, എൻ്റെ വിലപ്പെട്ട സമയങ്ങളാണ് എന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. എൻ്റെ അനുഭവം ഞാൻ പറയാണ്. അതുപോലെ മറ്റുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു മാറ്റവും ദുൽഹജ്ജ് ഇങ്ങനെ വരുന്നു എന്നല്ലാതെ എനിക്ക് ഈ 10 ദിവസം കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും തസ്ബീഹുകളോ തഹ്ലീലുകളോ തക്ബീറുകളോ അല്ലെങ്കിൽ സ്വലാത്തുകളോ കൂടുതൽ ചെല്ലാൻ, നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കാൻ, അല്ലെങ്കിൽ സാധാരണ ഞാൻ ഓതുന്നതിന് ഉപരിയായിട്ട് റമദാൻ വരുമ്പോൾ നമ്മൾ ഒരുങ്ങി തയ്യാറായിട്ട് മുസ്ഹഫൊക്കെ അടയാളൊക്കെ വെച്ച് നമ്മൾ തുടങ്ങുന്നില്ല. അതുപോലെ ഒരു 10 ദിവസം കഴിയുന്നത്ര ഒരു ജുസ് ഒരു ദിവസം ഓതിയിട്ട് 10 ജുസെങ്കിലും ഞാൻ ദുൽഹജ്ജിനെ ബഹുമാനിച്ചിട്ട് ചെയ്യട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉസ്താദ് ഇപ്പൊ പറഞ്ഞിട്ടൊന്നും അല്ലേ, കാരണം ദുൽഹജ്ജ് ഇപ്പൊ കഴിയാനായി. ഏതായാലും നമ്മൾ ആ ചിന്തിക്കാത്ത കാരണം കൊണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, ഖേദിക്കുക. എനിക്ക് ഇങ്ങനൊന്നും ചിന്ത വരുന്നില്ലല്ലോ, അതെന്താണ് അതിനുള്ള കുറവ്, ആ പോരായ്മ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ എന്താക്കുക, നമ്മുടെ മഹാന്മാരാ ഉസ്താദന്മാരെയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളും അള്ളാഹു ബഹുമാനിച്ച വ്യക്തികളും അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങളൊക്കെ അത് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് യാതൊരു മാറ്റങ്ങളും വരുന്നില്ലെങ്കിൽ, കൽബിലൊരു തഅ്ലീം വരുന്നില്ലെങ്കിൽ അത് തഖ്വ കുറവുണ്ട് എന്നുള്ളതിന്റെ വലിയൊരു സൂചനയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുക. ഇനിയെങ്കിലും ഇതുപോലത്തെ മാസങ്ങൾ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനടക്കമുള്ള എൻ്റെ നഫ്സിനോട് ഞാൻ പറയുന്നത്. ഏതായാലും ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ എന്താക്കുക, ഇനിയുള്ള ഇപ്പോൾ നാളെ അറഫ ദിവസമാണ്, നാളെ രാത്രി പെരുന്നാളിന്റെ രാത്രിയാണ്, മറ്റന്നാൾ ഏറ്റവും ശ്രേഷ്ഠമായ പെരുന്നാളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനിയുള്ള മണിക്കൂറുകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാനും, ഇത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലല്ലോ, അള്ളാഹ്ക്ക് വലിയ നേട്ടം കിട്ടാൻ വേണ്ടിയല്ല, പിന്നെ നാളെ ആഖിറത്തിൽ എനിക്ക് നേട്ടം കിട്ടാൻ വേണ്ടിയാണ്, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനൊന്നും തയ്യാറാക്കിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഖേദം നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി സൂഫി വര്യന്മാരിൽപ്പെട്ട അഗ്രഗണ്യനാണ്, വലിയ ഔലിയ,
ഔലിയാക്കളുടെ പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉദാഹരണം ഇന്ന് ബുധൻ, നാളെ വ്യാഴം, അങ്ങനെ ഓരോ ദിവസങ്ങളും പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അത് പറയാതെ പറയുന്നുണ്ട് നമ്മോട്, അന യൗമുൻ ജദീദ്, ഞാൻ നിന്നിലേക്ക് വരുന്ന പുതിയൊരു ദിവസമാണ് മോനെ. നമ്മളിങ്ങനെ ചിന്തിക്കണം. നാളെ വ്യാഴം എന്ന് പറയുമ്പോൾ നാളത്തെ വ്യാഴം ഞാൻ സുബഹിക്കണീക്കുമ്പോൾ ചിന്തിക്കണം, ഇത് എന്നിലേക്ക് വന്ന പുതിയൊരു ദിവസമാണ്, എന്റെ ആയുസ്സിലേക്ക് വന്ന. എന്നിട്ട് മഹാൻ പറയുന്നു, ആ ദിവസം പറയുമത്രേ, നീ ഇന്ന് ചെയ്യുന്ന അമലുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് നിനക്കെതിരെ നാളെ സാക്ഷിയാണ്. നാളെ ആഖിറത്തിൽ നീ ഇന്ന് ഈ ഒരു വ്യാഴാഴ്ച ദിവസം, നാളെ വരുന്ന വ്യാഴാഴ്ച ദിവസം 24 മണിക്കൂർ നീ എന്തൊക്കെ ചെയ്യുന്നു, നന്മകളാവട്ടെ തിന്മകളാവട്ടെ, അതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞു പോയാൽ, ആ ദിവസം പറയുന്നു, ഞാൻ നിന്നിൽ നിന്നും കഴിഞ്ഞു പോയാൽ ഇലാ യൗമുൽ ഖിയാമ, അത് നിന്നിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല. അവസാനത്തെ പോക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ വരുന്ന ദിവസം വെള്ളിയാ. പിന്നെ 2020 ജൂലൈ മാസത്തിലെ ഇന്ന ഡേറ്റ്, ഇന്നത്തെ 29, നാളെ 30-ാമത്തെ തീയതിയിലെ ഒരു വ്യാഴാഴ്ച ഇനി തിരിച്ചു വരില്ല. അതാണ് ആ ഓരോ ദിവസവും പുതിയ ദിവസങ്ങൾ നമ്മളെ കടന്നു വരുമ്പോൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ദിവസം പറയും, നിങ്ങൾ ഇന്ന് എന്നെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക, നാളെ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയും. നമ്മളാണെങ്കിലോ നമ്മുടെ ഒരു ദിവസത്തിന്റെ ഒരു 90% നമ്മൾ ഉപയോഗിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. ബാക്കി ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് തലകുത്തി മറിഞ്ഞ് നമ്മൾ മുസല്ലാടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാധ്യത കഴിഞ്ഞു എന്നാണ് ജീവിക്കുന്നത്. അങ്ങനെയല്ല, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ ഈ 4 മാസങ്ങൾ നമ്മൾക്കറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഉണർത്തുകയാണ്. അർബഅത്തുൽ ഹുറും എന്ന് പറഞ്ഞാൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസവും ഒന്നിച്ചാണുള്ളത്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. 4ാമത്തെ ഒരു മാസം റമദാനിന് മുമ്പ് വരുന്ന റജബ് എന്നുള്ള മാസമാണ്. അപ്പൊ ഈ 4 മാസങ്ങൾ വളരെ പുണ്യകരമായ, അള്ളാഹു ബഹുമാനിച്ച മാസമാണ്. അത് നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു ശിക്ഷ നമുക്കുണ്ടാവുമെന്നുള്ള പേടിയോടെ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മൾ എന്താക്കുക, അതിനെ ബഹുമാനിക്കുക. മാത്രമല്ല, ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ ഹദീസ് ഇങ്ങനെയാണ്, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് അയ്യാമുൽ അശ്ർ, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസമാണ്. നമ്മൾ പല വയതുകളൊക്കെ കേട്ടു, വൽ ഫജ്രി വലയാലിൻ അശ്ർ, അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ 10 ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്നാണ്. സത്യം ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു അളമത്തുണ്ടാവണം, വലിയൊരു സ്ഥാനം ഉണ്ടാവണം. ചെറിയൊരു സ്ഥാനം പിടിച്ചിരുന്ന ആരും സത്യം ചെയ്യണം. പ്രത്യേകിച്ച് അള്ളാഹു സത്യം ചെയ്യുന്ന സമയത്ത് അതിന് വലിയൊരു മഹത്വം ഉണ്ടാവണം എന്നാണ് തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. മറ്റൊരു വലിയൊരു രഹസ്യം അതിലടങ്ങിയിട്ടുള്ളത്, ഒരു മഹാൻ പറയുന്നത് കേട്ടു, വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്നുള്ള അത് സൂചിപ്പിക്കുന്നത് ഈ 10 ദിവസത്തിലേക്കാണ്. എന്നിട്ടോ ഈ 10 ദിവസം പൂർണ്ണമായി ദിക്റിലും ഫിക്റിലും ഖുർആനിലും തസ്ബീഹിലും സ്വലാത്തിലും ഒക്കെ ചെലവഴിച്ച് പുണ്യകരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലിച്ച ഒരാൾ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് അതിന്റെ ആ ഖുർആനിന്റെ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മഹാന്മാർ കണ്ടെത്തുന്ന ഒരു കാര്യം അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതായിരിക്കും. അതിന്റെ തുടക്കം നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ, അയ്യാമുൽ അശ്റിന്റെ തുടക്കത്തെ ആദ്യത്തെ 1ാമത്തെ രാവ് വരുന്ന സമയത്ത് തന്നെ കച്ചകെട്ടി അതിനു വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം നമ്മൾ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങളിൽ മാത്രം നമ്മൾ സമയം ചെലവഴിക്കുക. ബാക്കി മുഴുവനും സമയങ്ങളും ഈ 10 ദിവസം ഞാൻ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ ആ മാസങ്ങളെ താഴ്വീമാക്കിക്കൊണ്ട് ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ അവന്റെ ആഖിബത്ത് അവസാനിക്കുന്ന, അവന്റെ ആ ആയുസ് അവസാനിക്കുന്ന സമയത്ത് അവസാനിക്കൽ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തി അടഞ്ഞ ആ ആത്മാവേ എന്ന് മലക്കുകൾ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരൂ, സ്വർഗത്തിലേക്ക് കടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്ത് ആത്മാവിനെ കൊണ്ടുപോകുന്ന വലിയൊരു മഹാന്മാരുടെ കൂട്ടത്തിലായിരിക്കും വരുന്നത്.
അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അതും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ ചോദിച്ചറിഞ്ഞു, ദുൽഹജ്ജ് ഒന്നായോ നിങ്ങൾ ചോദിച്ച് ചില ആളുകളൊക്കെ പറയാം, ഉസ്താദ് ദുൽഹജ്ജ് ഒന്നായോ. ഇതിനു വേണ്ടിയായിരിക്കും അവരൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വേറെന്തെങ്കിലും കടമ്പൂടാനോ അല്ലെങ്കിൽ റൂമിന്റെ വാടക കൊടുക്കാനൊന്നുമല്ല. ഇതിനു വേണ്ടിയായിരിക്കും. നാടന്മാർ പോലും ചോദിക്കുന്നു, പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മളെ വലിയ ഉസ്താദായിട്ട് ഇങ്ങനെ കലണ്ടറൊക്കെ നമ്മളിങ്ങനെ വായിച്ചിട്ട് പറയും, എന്നിട്ട് നമ്മൾ കിടന്നു. ദാഴികളാണ് നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മൾ വിചാരിക്കണ്ട ഇപ്പൊ എന്നോടാണ് ഇപ്പോ അറബി മാസം ചോദിക്കുന്നത്, ഞാൻ വലിയൊരു തങ്ങളായിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കില്ല. എന്തിനാണ് ചോദിക്കുന്നത് നമ്മളെ മനസ്സിൽ പോലും വരുന്നില്ല. കാരണം അവരിതുപോലെ ഒരു ദിവസം 3 ജുസ് ഓതാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. എന്നാലേ 10 ദിവസം ആകുമ്പോൾ ഒരു ഖത്തം ഓതാൻ പറ്റും. എന്നിട്ട് ആ ദിവസം എന്ത് രസം ഉണ്ടാവില്ല. 10ാമത്തെ ദിവസം പെരുന്നാൾ സംസ്കരിച്ച് വരയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആ ഖത്തം ദുആ ചെയ്യുക, ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം നമുക്ക് സാധിച്ചിട്ടില്ല. അടുത്ത വർഷങ്ങളും അല്ലാഹു ചെയ്യാനുള്ള ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. ഇനി നമ്മൾ കേട്ട മറ്റൊരു ഹദീസാണ്, അതും ഒരു ബറക്കത്തിന് വേണ്ടി നമ്മൾ പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിനെ ഈ ദിവസങ്ങൾ ചെയ്യുന്ന സ്വാലിഹായ അമലുകളെക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊന്നില്ല ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന ഇബാദത്ത്. നമ്മൾ സാധാരണ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഖുർആൻ ഓതുന്നു, സ്വല്പം ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അതൊക്കെ ആ സ്വാലിഹായ അമലുകൾ. അത് ഈ 10 ദിവസങ്ങളിലാകുമ്പോ അതിന് അള്ളാഹ്ക്ക് ഏറ്റവും പിരിശമാണ്, ഏറ്റവും ഇഷ്ടമാണ്. മറ്റൊരു മാസത്തിൽ ചെയ്യുന്ന പോലെയല്ല. എന്നിട്ട് സൂഫി വര്യന്മാരെ ആളുകളൊക്കെ ഈ ഒരു വാക്ക്, അത് അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ള ഒറ്റൊരു ആ വാക്ക് മാത്രം എടുത്തുകൊണ്ട് അവർ പറയുന്നു, ഇനി മറ്റൊരു പ്രത്യേകതയും അതിനുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. കാരണം അവിടെ റസൂലുള്ളാഹി പറഞ്ഞത് അഹബ്ബു ഇലല്ലാഹ്, രാജാതിരാജനായ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്ത്. അത് തന്നെ മതി ഈ 10 ദിവസത്തിന്റെ ഫള് മനസ്സിലാക്കാൻ. വേറൊരു പ്രത്യേകതയും ഉണ്ടോ എന്ന് കിതാബിന്റെ പേജുകളൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. അഹബ്ബു ഇലല്ലാഹ് നമ്മളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ഈ ആയത്തന്നെ, ഈ ഹദീസ് തന്നെ ഒരുപാട് വാദകൾ നമ്മൾ ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചക്കൊക്കെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ. പക്ഷേ ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കും, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഞാൻ കിടന്നുറങ്ങുകയോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഞാൻ കോമഡി കാണുകയോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ന്യൂസ് കേട്ടുകൊണ്ട് അതിന്റെ ന്യൂസ് ഹവറിൽ ചർച്ചകളൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ട് നമ്മളിങ്ങനെ സമയം കളയാം. ഓരോ ട്രോളുകളും ഓരോ ചിരികളും പൊട്ടിച്ചിരികളും. ഏത് ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നു അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് മഹാന്മാർ പറയുന്നത്. മാത്രമല്ല ഈ ദിവസങ്ങളിൽ കൂടുതൽ സിക്റിൽ മുഴുകാനും വേണ്ടി അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. നേരത്തെ നമ്മൾ ഓതി വയദുക്കുറുസ്മല്ലാഹി, അത് 2-3 ആയത്തുകൾ അങ്ങനെ വന്നു. ഒന്നിൽ ഒരു ആയത്തിന്റെ ഒരു കഷ്ണം വയദുക്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, അത് സൂറത്തുൽ ഹജ്ജിലെ 28ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ തഫ്സീറാക്കിക്കൊണ്ട് പറയുന്നു, അത് അൽ അയ്യാമുൽ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അശ്റു ദുൽ ഹിജ്ജ. അള്ളാഹു ആ പറഞ്ഞ മഅലൂമാത്ത് എന്ന് പറഞ്ഞ ആ ദിവസങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, അത് ദുൽ ഹിജ്ജ 10 ദിവസമാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു നിയ്യത്ത് വന്നാൽ തന്നെ നമുക്ക് അതിന് കൂലി കിട്ടി. അങ്ങനെ ഹദീസ് ഉണ്ടല്ലോ അല്ലെ. എനിക്കിങ്ങനെ ഒരു ആവേശം വന്നു, ഇനി നല്ലോണം ചെയ്യണം. പക്ഷെ ഇന്ന് രാത്രി അങ്ങനെ ഉറങ്ങിപ്പോയി, എന്നാലും അതിന്റെ കൂലി ഉണ്ടാവും. അതിനു വേണ്ടിയാണ് എന്റെ നഫ്സിനോടും നിങ്ങളുടെ നഫ്സിനോടും ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിഷയം ഹജ്ജും അറഫയുമാണ്. അതിലൊക്കെ ഒന്ന് കൂടുതൽ കടന്നാൽ എവിടെ എത്തിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അതിന്റെ ഫളില് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രമാത്രം പോലീസുകൾ അടങ്ങിയ ഒരു മാസമാണ് എന്ന് മനസ്സിലാക്കാനും വേണ്ടി നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിച്ചല്ലോ. അള്ളാഹു പറഞ്ഞു, വഅസ്സിം ഫിന്നാസ് ബിൽ ഹജ്ജി യഅതൂക റിജാല വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട. അള്ളാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചിട്ട് മുഅ്മിനീങ്ങളെ അവന്റെ അതിഥികളായിട്ട് ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ആ ബൈത്തിലേക്ക്, അള്ളാഹുവിന്റെ വീടിലേക്ക് അള്ളാഹു
അതിഥികളായിട്ട് വിരുന്നുകാരായിട്ട് ക്ഷണിക്കുക. ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഹജ്ജാജികളെ വഫദുള്ള എന്നാണ്. മക്കയിലൊക്കെ അതിന് ഗേറ്റ് വെച്ചിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ വഫദുകൾക്ക്, അള്ളാഹുവിലേക്ക് വരുന്ന വിരുന്നുകാർക്ക്, ഗസ്റ്റുകൾക്ക് സ്വാഗതം എന്നാണ്. അപ്പൊ അള്ളാഹു അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ബഹുമാനിച്ചിട്ട്, നമ്മൾ സാധാരണ വലിയൊരു ബിസിനസ്സുകാരൻ്റെ അല്ലെങ്കിൽ വലിയൊരു പണക്കാരന്റെ വീട്ടിലേക്ക് നമ്മൾ ആരെങ്കിലും അതിഥികളായിട്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും, എന്തായാലും നല്ലൊരു അടിപൊളി ഒരു വിരുന്ന് പ്രതീക്ഷിക്കാറ്, നല്ലൊരു ഫുഡ്, നമ്മൾ ഇതുവരെ കഴിക്കാത്ത രുചികരമായ ഒരു ഫുഡ്, വെറുതെ എന്നാലും നമുക്ക് എന്താകില്ല, അതൊരു നഷ്ടമായില്ല പോയാലെന്ന് നമ്മൾ ചിന്തിക്കും. ഇത് നമ്മൾ ക്ഷണിക്കുന്നത് അള്ളാഹുവാണ്. അങ്ങനെ ഇബ്രാഹിം നബി വിളിച്ചു, അള്ളാഹു കേൾപ്പിച്ചു ആലമുൽ അർവാഹിലുള്ള അർവാഹുകൾക്ക്. ആ കേട്ട സമയത്ത് ലബ്ബൈക് എന്ന് ഒരു പ്രാവശ്യം ഉത്തരം നൽകിയ ആളുകൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന, 2 പ്രാവശ്യം ഉത്തരം നൽകാൻ തൗഫീഖ് ഉണ്ടായവർ 2 പ്രാവശ്യം ഹജ്ജ് ചെയ്യും. അങ്ങനെ അത് എത്ര എണ്ണമാണ് എന്ന് മഹാന്മാർ ഇങ്ങനെ പറയുന്നു. അവർ ഉത്തരം നൽകിയ എണ്ണം അനുസരിച്ച്. തീരെ ഉത്തരം നൽകാത്ത ആളുകൾ അവർക്കതിന്റെ ഭാഗ്യമുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ അവിടെ ചെല്ലാനും പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഈ പവിത്രമായ രാത്രിയിൽ ദുആ ചെയ്യാണ്. എന്നിട്ടോ അള്ളാഹു കൊടുക്കുന്ന, ഞാൻ പറഞ്ഞതെന്താണ്, ഇത്രയും രാജാതിരാജനായ സൃഷ്ടാവായ അള്ളാഹു നമ്മെ അങ്ങോട്ട് ക്ഷണിച്ചിട്ട് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഹജ്ജാജികൾ അവിടെ പോയി പണവും നമ്മുടെ ശാരീരിക അധ്വാനവും ഒക്കെ ചെലവഴിച്ചിട്ട് അവസാനം അള്ളാഹു നമ്മെ നാട്ടിലേക്ക് അയക്കുന്നത് എങ്ങനെയാണ്? വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു മബ്റൂറായ ഒരു ഹജ്ജ് കിതാബിൽ പറയുന്നു. എന്താണ് മാഹുവൽ ഹജ്ജുൽ മബ്റൂറു? ആർക്കുമോ പറയുന്നല്ലേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ. മബ്റൂർ, മഖ്ബൂൽ തന്നെ സ്വീകാര്യയോഗ്യമായ, മബ്റൂർ എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ അതിന് പോകുമ്പോൾ അതിന് ചെലവഴിച്ച പണം, അതേപോലെ തന്നെ അവൻ അവിടെ പോകുമ്പോഴുള്ള അവന്റെ നീയത്ത്, അവന് എന്താണ് ഇഖ്ലാസ് ഉണ്ടായത് കൽബിൽ, അതേപോലെ അവിടെ നിന്ന് അവന് തെറ്റുകളോ മറ്റുള്ള വേണ്ടാത്തരം ചെയ്യാതെ അങ്ങനെ എല്ലാ ഷർത്തുകളൊക്കെ ഒത്ത് ചെയ്തതായ സ്വീകാര്യയോഗ്യമായ മബ്റൂറായ ഒരു ഹജ്ജ് ചെയ്താൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, വേറൊന്നും കൊടുക്കാനില്ല, സ്വർഗമല്ലാതെ അവന് പ്രതിഫലമില്ല. അങ്ങോട്ട് അല്ലാഹു കൊടുക്കാം സ്വർഗം. അങ്ങനെ സ്വർഗം നൽകിയിട്ട് സന്തോഷിപ്പിച്ചിട്ടാണ് ആ ഹജ്ജാജികൾ അല്ലാഹു നാട്ടിലേക്ക് തിരിച്ചുവിടുന്നത്. അത്രയും മഹത്വമുള്ള ഹജ്ജ് നടക്കുന്ന മാസമാണ് ഈ മാസം. ഹജ്ജിനെ കുറിച്ച് നമുക്കതിന്റെ ഫളായിലുകൾ മാത്രം ഇന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ഇനി തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്താക്കണം, ഓരോ ഉസ്താദുമാര് കഅബയുടെ ചരിത്രങ്ങൾ, ഹജറുൽ അസ്വദിന്റെ ചരിത്രങ്ങൾ, അതൊക്കെ നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങളായിട്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ പഠിക്കണം. അതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുള്ള സമയം അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഫളായിലുകൾ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ഹജ്ജും പുണ്യമായ സ്വർഗം നൽകി അള്ളാഹു ആദരിക്കുന്ന, അതിഥികളായിട്ട് വിളിച്ചങ്ങോട്ട് കൊണ്ടുപോയിട്ട് സ്വർഗം നൽകിയിട്ട് സന്തോഷിപ്പിച്ച് തിരിച്ചയക്കുന്ന ആ ഒരു സന്ദർഭം ഈ മാസത്തിലാണെന്ന് മനസ്സിലാക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹദീസാണ്. പക്ഷെ അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇപ്പൊ അവിടെ ഹജ്ജ് ചെയ്യുന്ന ആ മഹാന്മാര്, ആ തൗഫീഖുള്ള ആളുകൾ, ഈ കോവിഡിന്റെ സാഹചര്യത്തിലും 10,000-ഓളം ആളുകൾക്ക് അവിടെ സെലക്ഷൻ കിട്ടി. അവർ വല്ലാത്ത ഭാഗ്യവാന്മാരാണ്. കാരണം റസൂലുള്ളാഹി പറയുന്നു, ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് ഫലം യർഫുസ് വലം യഫ്സുഖ്, അതൊക്കെ ഒരുപാട് വിശദീകരിക്കാറുണ്ട്. അവൻ തെറ്റായ വാക്കുകളോ അല്ലെങ്കിൽ ഫിസ്ഖ് അതുപോലത്തെ വാക്കുകളോ പറയാതെ, അതുപോലത്തെ സ്വഭാവങ്ങളോ പ്രകടിപ്പിക്കാതെ അങ്ങനെ നല്ല രീതിയിൽ ഒരു ഹജ്ജ് ചെയ്താൽ, നേരത്തെ പറഞ്ഞത് സ്വർഗം കൊടുക്കുന്നു, ഇവിടെ പറയുന്ന മറ്റൊരു ഓഫറാണ്. റജഅ, അവൻ ആ ഹജ്ജും കഴിഞ്ഞ് മടങ്ങുന്നത് നാട്ടിലേക്ക് എങ്ങനെ? കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചപ്പോൾ ഉണ്ടായ ആ ദിവസം ഉണ്ടല്ലോ, പ്രസവിച്ച ദിവസം അവൻ എങ്ങനെയായിരുന്നു അതുപോലെയാണ്. വല്ലാത്തൊരു ചിന്തിക്കേണ്ട ഒരു വാക്കാണ് എന്ന് മഹാന്മാര് സുഫിയാക്കളൊക്കെ പറയുന്നു. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് ഇതിപ്പോ ക്ലാസ് റൂമിൽ തന്നെ നമ്മളിപ്പോ ചോദിക്കാണ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. കയൗമി വലദതുഹു ഉമ്മുഹു, അവനെ ഉമ്മ
മരിച്ച ദിവസം എങ്ങനെയായിരുന്നു അതുപോലെയായിരിക്കും അവൻ തിരിച്ചു വരുന്നത്. നമ്മൾ സാധാരണ അതിന്റെ ഉത്തരവായിട്ട് നമ്മൾ പറയുന്നത് പെട്ടെന്ന് അതിനർത്ഥം എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ട് അള്ളാഹു നിഷ്കളങ്കനായ ഒരു കുട്ടിയെ പോലെ തിരിച്ച് നാട്ടിലേക്ക് വിടും. ശരി തന്നെയാണ്. പക്ഷെ ചില ഹദീസിലൊക്കെ കാണാം മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നുണ്ട്. വമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നുണ്ട്. ആരെങ്കിലും റമളാൻ മാസത്തിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ, തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് ഈ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാന്മാർ ഓഡിയൻസിനോട് ചോദിക്കാണ്, ശിഷ്യന്മാരോട്, ഇത് രണ്ടും എന്താണ് വ്യത്യാസം ഒന്നും കാണുന്നുണ്ടോ? മറ്റത് ഒന്ന് പറയുന്നു ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും, രണ്ടാമത്തേൽ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഹജ്ജ് ചെയ്യുന്നവനക്ക് പറയുന്നത് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ഏത് പ്രകാരമാണ് അത് പ്രകാരമായിരിക്കും അവൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോ എന്തോ ഒരു പ്രത്യേകത ഇതിലുണ്ട് അല്ലെ? അങ്ങനെ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചപ്പോൾ അതിൽ മഹാന്മാർ കണ്ടെത്തിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു എന്നുള്ളത് മനസ്സിലാക്കുന്നവർക്ക് ഒരു ഉപകാരപ്പെടാൻ വേണ്ടി പറയാണ്. അതായത് അവന്റെ ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെട്ട അല്ലാഹു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇനി തെറ്റിലേക്ക് മടങ്ങാതിരിക്കാനുള്ള ആ തെറ്റിനെ അവന് പ്രേരണ ഉണ്ടാക്കിയ ഏതൊക്കെ കാര്യങ്ങളായിരുന്നു അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ അള്ളാഹു ഡിലീറ്റ് ചെയ്തുകൊണ്ട്, ഏതുപോലെ ഒരു മൊബൈല് ഒരുപാട് പിക്ചറും ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിങ്ങനെ അവസാനം ഹാങ്ങായി സ്റ്റക്കായി പിന്നെ നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ നമ്മൾ എന്താക്കും, അതിനടുത്ത് ഒരു മൊബൈൽ ഷോപ്പിലേക്ക് കൊണ്ടുപോയി അയാൾ പറയും ഇത് ഫോർമാറ്റ് ചെയ്യണമെന്ന് പറയും. എല്ലാ ഡാറ്റാസും എല്ലാ ആപ്ലിക്കേഷനുകളും അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്ത, അത് പ്രവർത്തിക്കാൻ ഓണാകാൻ ആവശ്യമുള്ള അതിന്റെ അപ്പിൽ നമ്മൾ പുതിയ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടായത് ആ ആപ്ലിക്കേഷൻസ് അല്ലാത്ത മറ്റുള്ള നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത അഡീഷണൽ എല്ലാ ആപ്ലിക്കേഷനുകളും വൈറസുകളും ഒക്കെ ഡിലീറ്റ് ആയി പോകും. ഓക്കെ അല്ലെന്നേക്കും നമ്മൾ ഓക്കെ പറഞ്ഞാൽ അദ്ദേഹം പോകും ആ മൊബൈൽ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു മൊബൈൽ പോലെ നമുക്ക് തിരിച്ചു തരാം. അതുപോലെ അവന് ഈ തെറ്റിലേക്ക് പോകാനുണ്ടായ സാഹചര്യങ്ങൾ, അതിലേക്കുണ്ടായ ചിന്തകൾ, അതിനവന് പ്രേരിപ്പിച്ച മോഹിപ്പിച്ച പല കാര്യങ്ങളും കൂട്ടുകെട്ടുകളും, അതേപോലെ തന്നെ ഈ ദോഷങ്ങളാൽ ഉണ്ടായ ആ നിസ്കാരത്തിൽ അവന് കിട്ടാത്ത ഖുശൂഉകളും ഇഖ്ലാസില്ലാത്ത കാര്യങ്ങളും, അങ്ങനെ ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തുകൊണ്ട് തെറ്റുകൾ പൊരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അതിലേക്ക് ഇനി അവനക്ക് ചിന്ത വരാൻ പോലും പറ്റാത്ത രീതിയിൽ അള്ളാഹു അവനെ ചെറിയൊരു കുഞ്ഞിനെ പോലെ ആക്കി മാറ്റുകയാണ്. ഇനി അവൻ അവിടുന്ന് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങുന്ന പോലെ റജഅ കയൗമി വലദതുഹു ഉണ്ടോ, കംപ്ലീറ്റ് ഡിലീറ്റാണ്. ഇനിയൊരു ചിന്ത പോലും അവനത് വരാത്ത രീതിയിൽ. ഇന്നത്തെ മഹാന്മാരൊക്കെ ഉണ്ടാവും ഒരു ഹജ്ജ് കഴിഞ്ഞു എന്നാൽ പിന്നെ നിസ്കാരവും നോമ്പും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പല അനുഭവത്തിലും പല നാട്ടിലൊക്കെ നമുക്ക് പറയാനുണ്ടാവും. ഇനി മറ്റൊരു നമുക്ക് നിർത്തണം. ഇപ്പോൾ ഹജ്ജിന്റെ ചില ഫളായിലുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പൊ ഹജ്ജിന് പോയ ആളുകൾക്കും മുമ്പ് നമ്മുടെ കൂട്ടത്തിലൊക്കെ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ഇതുപോലത്തെ അവസ്ഥ എനിക്കും നൽകണേ എന്ന് ദുആ ചെയ്യുക. പിന്നെ നാളെ അറഫന്റെ ദിവസമാണ്. ഈ അറഫന്റെ ഈ രാവ് ഹയാത്താക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് മഹാന്മാർ പറയുന്നു. 5 രാവുകൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് എന്നോടും നിങ്ങളൊക്കെ ഞാൻ വസിയത്ത് ചെയ്യാണ്. 5 രാവുകൾ അത് ഹയാത്താക്കി കഴിഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. അതിലൊന്ന് ഇന്നലെ കഴിഞ്ഞുപോയി യൗമു തർവിയത്തിന്റെ രാവ്, മറ്റൊന്ന് ലൈലത്തു അറഫത്ത, ഇന്ന് നമ്മൾ നിലകൊള്ളുന്നതായ അൽഹംദുലില്ലാ നമ്മളെ ഈ നിമിഷത്തിലേക്ക് അള്ളാഹു എത്തിച്ചു അല്ലെ. ഇപ്പോഴും നമ്മൾ ഹയാത്താക്കുകയാണ്, മഗ്‌രിബ് തുടങ്ങിയ ഉടനെ നമ്മൾ ഹയാത്താക്കുകയാണ്. അള്ളാഹു അതിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലൈലത്തുൻ നഹരി, നാളത്തെ രാവ്. വലൈലത്തുൽ ഫിത്രി, ചെറിയ പെരുന്നാൾ രാവ്. നാളത്തെ വലിയ പെരുന്നാൾ രാവാണ്, പിന്നെ ചെറിയ പെരുന്നാളിന് കഴിഞ്ഞുപോയ ആ രാവ്. വലൈലത്തുൻ നിസ്ഫി മിൻ റമളാൻ, ബറാഅത്തിന്റെ രാവ്. ഇങ്ങനെ 5 രാവുകൾ ഒരാൾ ഒരു വർഷത്തിൽ, അത് 5 രാവുകളിലെ 5 രാവുകൾ ഹയാത്താക്കി കഴിഞ്ഞാൽ അവന്റെ സ്വർഗം നിർബന്ധമായി. ഇഖ്ലാസോടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് അല്പനേരം നമുക്ക് എന്താക്കാം, ഇത് ക്ലാസ് കഴിഞ്ഞ്
ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുറങ്ങുന്നവർ ഉറങ്ങിയിട്ട് അത്താഴത്തിന് കുറച്ച് നേരത്തെ എണീക്കുക, എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക, തസ്ബീഹ് നിസ്കരിക്കുക, അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, കഴിഞ്ഞ മുഹറം തുടങ്ങിയിട്ട് ഇന്നവരെ നന്നാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഇതാ വീണ്ടും വർഷം കഴിയുകയാണ്. കലണ്ടറിൽ നിന്ന് ഹിജ്റ വർഷത്തിന്റെ ആ അറബി കലണ്ടർ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പിച്ച് ചീന്താണ്. അതോടുകൂടി നിന്റെ ആയുസിന്റെ പ്രധാനപ്പെട്ട ഒരു വർഷം നീ പിച്ച് ചീന്ത് എറിയുന്നതിന് തുല്യമാണ്. കണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ പുതിയൊരു കലണ്ടറൊന്നും അവിടെ നോക്കി നമ്മളവിടെ കടന്നു പറയും എന്താ സംഭവിച്ചത് നമ്മൾ അറിയില്ല. ഒരു വർഷം നമ്മളിങ്ങനെ അങ്ങനെ പിച്ച് ചീന്തിട്ട് ആ കച്ചറ കൊട്ടയിലേക്ക് ഇടുമ്പോൾ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നും ഒരു വർഷം അങ്ങനെ നമ്മൾ അത്രയും ദിവസങ്ങൾ, ഒരട്ടി ദിവസങ്ങൾ നമുക്കുണ്ടായിട്ടും അത്രയും അമല് നമ്മൾ ചെയ്തു. ഒരു ദിവസം ഒരമലങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത്രയും അമലുണ്ടാവും അല്ലെ? ഇതൊക്കെ ചിന്തിക്കുന്നവർക്കൊരു പാഠമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ നന്നാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ചുരുക്കിയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ദുആ ചെയ്ത് നിർത്താനുണ്ട്. മാത്രമല്ല, ഈ അറഫാ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത സാധാരണ കേൾക്കുന്നതാണ്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഒന്ന് നമ്മൾക്ക് മനസ്സിലായി, എന്ത്, ഇത് കേൾക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക, അതൊക്കെ എന്താക്കുക, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മറ്റൊരു പ്രത്യേകം ഒന്ന് നമ്മൾ പറഞ്ഞു, ഇതിന്റെ രാവ് ഹയാത്താക്കിയാൽ സ്വർഗം നിർബന്ധമാകും എന്ന് പറഞ്ഞതായ 5 രാവുൾപ്പെട്ടൊരു രാവാണ് അത്തർഗീബ് വത്തർഹീബ് എന്നുള്ള കിതാബിൽ ഉള്ളതായിട്ട് മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊന്ന്, നാളത്തെ അറഫാ ദിവസം എന്ന് പറയുന്നത് ഹജ്ജാജിമാർ, 10,000 വരുന്ന ആ ഹജ്ജാജിമാർ, ആ ഭാഗ്യവന്മാർ നാളെ ആ അറഫയുടെ ആ മൈതാനിയിൽ ഒരുമിച്ച് കൂടി അവരിങ്ങനെ അല്ലാഹുവിലേക്ക് ഒരേ വേഷത്തിലും ഒരേ ചിന്തയിലും ഏകനായ അള്ളാഹുവിന്റെ മുമ്പിൽ അവരിങ്ങനെ കയ്യുയർത്തി പ്രാർത്ഥിക്കുന്ന ആ മഹ്ശറ പോലെ നിരന്നു നിൽക്കുന്ന ആ സമയത്ത് അത് ഏതിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മഹാന്മാർ പറയുന്നു. അള്ളാഹു ആലമുൽ അർവാഹിലുള്ള റൂഹുകളോട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്ത്? വഇദാ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളെ റബ്ബല്ലേ എന്ന് അള്ളാഹു അന്ന് ചോദിച്ചിട്ടുണ്ട്. ഖാലൂ, ആ മുഴുവൻ അർവാഹുകൾ നമ്മളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത്? ബലാ, അതേ റബ്ബേ, നീ ഞങ്ങളുടെ റബ്ബാണ് എന്ന്. ബലാ ഷഹിദ്ന, ഞങ്ങളിതാ സാക്ഷിയായിരിക്കുന്നു എന്ന് നമ്മളന്ന് അർവാഹായിരിക്കുന്ന സമയത്ത് ആലമുൽ അർവാഹിൽ നിന്നും കേട്ട ആ ഒരു ഉടമ്പടി, അള്ളാഹു അന്ന് ഒരു എഗ്രിമെന്റ് നമ്മളെ കൊണ്ട് ഒപ്പിച്ചു. അത് ഓരോ വർഷവും പുതുക്കുകയാണ്. തജ്ദീദുൽ അഹ്ദി എന്ന് മഹാന്മാർ ഇതിന് പേര് പറയുന്നു. ഈ ദിവസം തജ്ദീദുൽ അഹദിന്റെ ഉടമ്പടി പുതുക്കുന്നതിന്റെ ദിവസമാണ്. മാത്രമല്ല, ചില മഹാന്മാർ പറയുന്നു അന്ന് ദുൽഹജ്ജ് 9 എന്നുള്ളൊരു ദിവസമായിരുന്നു അന്ന് അല്ലാഹു ഈ ഉടമ്പടി നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത്. ബലാ സഹിദിന, ഖാലു ബലാ സഹിദിന. അത് വീണ്ടും വീണ്ടും ഈ അറഫയിൽ നമ്മൾ എത്തിച്ചുകൊണ്ട് അല്ലാഹു, അതുകൊണ്ട് തന്നെയാണ് അറഫാ ദിവസം, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അറഫാ ദിവസം ചൊല്ലേണ്ട ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായ ദിക്റാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലേ? അതിലും ഒരു ഹദീസ് തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഖൈറായ ദുആ അറഫാ ദിവസം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും നല്ല ഖൈറായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിന് തുടക്കം തന്നെ അങ്ങനെയാണല്ലേ? അന്ന് അള്ളാഹുവിനോട് നമ്മളൊക്കെ ആലമുൽ അർവാഹിൽ വെച്ച് പറഞ്ഞു, ഖാലു ബലാ ഷഹിദ്ന, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് ഞങ്ങൾ എന്താക്കുന്നു? സാക്ഷിയാകുന്നു. ഇപ്പോ അതിന്റെ തജ്ദീദ്, നമ്മൾ സാധാരണ ലൈസൻസ് ഇങ്ങനെ പുതുക്കുമല്ലോ, അതേപോലെ അതിന്റെ തജ്ദീദ് നമുക്കൊന്നും കൂടി മനസ്സിലേക്ക് അതിന്റെ ഓർമ്മ വരാൻ വേണ്ടി നമ്മൾ അറഫാ മൈതാനിയിൽ നിർത്തിക്കൊണ്ട് അല്ലാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, അല്ലാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹില്ല, ലാ ശരീക ലഹു. കണ്ടോ? അതാണ് മഹാന്മാർ ആ പോയിന്റ് ഇങ്ങനെ പറഞ്ഞ് അവിടത്തേക്ക് എത്തിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ. ഇനി നമ്മൾ ചുരുക്കി പറയുകയാണെന്ന്, ഇനി നാളത്തെ ദിവസത്തിന്റെ ഫضل നമുക്ക് മനസ്സിലാക്കി, അല്ലെ? അത്രയും മഹത്വമുള്ള ആലമുൽ അർവാഹുമായിട്ട് പോലും ബന്ധമുള്ള ചരിത്രങ്ങളുള്ള ദിവസമാണ് നാളത്തെ യൗമു അറഫ എന്നുള്ളത്.
അപ്പോ ആ ഭാഗ്യം കിട്ടിയതായ ഹജ്ജാജികൾ അവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മളിങ്ങനെ റൂമിൽ ഇരുന്നു കൊണ്ട് നാളത്തെ പത്രം ഇങ്ങനെ വായിച്ച് സ്വർണ്ണക്കടത്തും പിന്നെ അല്ലെ അത് കുഴപ്പമില്ല, അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, എന്തോ വലിയ ദിക്ർ പോലെ നമ്മളെല്ലാം അത് ചെല്ലുന്നത്. നമ്മള് ഈ ഒരു സുബ്ഹാനല്ലാഹ് ഇല്ലാതെ ഇത്ര കൂലി കിട്ടും അയ്യാമുൽ അശ്റിൽ. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് നമ്മൾ അറിഞ്ഞു, കുറച്ച് ചിരിച്ചു, ഓക്കെ, അത് കഴിഞ്ഞു. ഇതിപ്പോ ചോറ് വിളമ്പിയാലും ഇത് തന്നെ, പിന്നെ ബെഡ്റൂമിൽ എത്തിയാലും ഇത് തന്നെ, വാഹനത്തിൽ കയറിയാലും കമ്പനിയിലെത്തോളം തന്നെ. ഇതിങ്ങനെ പറഞ്ഞു. വേറൊരു പുതിയൊരു വാർത്ത വരുന്നവരെ തന്നെയായിരുന്നു. അതുവരെ ഒരു കള്ളക്കടത്ത് കേസൊക്കെ ഉണ്ടായിരുന്നു, അതിങ്ങനെ പോയി. നമ്മളെ ജീവിതം ഇങ്ങനെ പോവാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. ഓരോ ദിവസവും പറയാണ് അനയൗമുൻ ജദീദ്, ഞാൻ പുതിയ ദിവസമാണ്, എന്നെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കോ. ഞാൻ കഴിഞ്ഞാൽ ഇനൊരിക്കലും ഖിയാമത്ത് നാൾ വരെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. ഞാൻ നിന്റെ അമലുകൾക്ക് സാക്ഷിയാണ്, നീ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നാളെ അള്ളാഹു മുമ്പിൽ സാക്ഷി നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും വരികയാണ്. അതൊക്കെ നമ്മൾ ഇന്ന് കേട്ടതുകൊണ്ട് ഇനി ചിന്തിക്കുക. കുറച്ച് നമ്മൾ ന്യൂസുകളൊക്കെ എന്താക്കാൻ മനസ്സിലാക്കി വെക്കാൻ എന്നല്ലാതെ അതന്നെ നമ്മൾ എന്താക്കണ്ട, ചർച്ച ചെയ്ത് ഒരു ഔറാദ് പോലെ കൊണ്ടു നടക്കലെന്നല്ല. നമ്മളെ പോലത്തെ പ്രത്യേകിച്ച് സൽസരണിയുടെ ഭാഗമായ ആളുകൾക്ക് നല്ലതല്ല എന്ന് ഉണർത്തുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട നമുക്ക് നാളെ ചെയ്യാനുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാൻ നിർത്താം. അപ്പൊ അതിന്റെ ഫضില് നമ്മൾ മനസ്സിലാക്കി. ഇനി നാളെ നമുക്ക് നോമ്പ് നോക്കണം. ആ നോമ്പിനെ കുറിച്ച് ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഒന്നും കൂടി എന്താക്കാം, നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു അൻ സൗമി യൗമി അറഫ, യൗമു അറഫയിലുള്ള ആ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ, അതിന്റെ ഫളായിലുകള്, അതിന്റെ സട്ടത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ നിബിത്തങ്ങൾ പറഞ്ഞു യുക്കഫിറു സനതൽ മാളിയത വൽ ബാഖിയത, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തെയും. 2 വർഷം. അതിനർത്ഥം എന്താണ്? ഒരു വർഷത്തെ നമ്മൾ ഏതാൽ തെറ്റുകൾ ചെയ്തു, ചെറുദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു വരുന്നതാണ്. ഇനി വരാൻ പോകുന്ന മാസം, വർഷം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥങ്ങൾ മഹാന്മാർ പറയുന്നു. ഒന്ന്, വരാൻ പോകുന്ന ഈ പിന്നെ വർഷം തെറ്റുകളിൽ നിന്നും നിന്നെ സുരക്ഷിതനാക്കി അള്ളാഹു ജീവിപ്പിക്കുന്ന തസ്കിയത്തുൻ നുഫൂസ് അള്ളാഹു നിനക്ക് നൽകും എന്നൊരർത്ഥമുണ്ട്. നമ്മൾ സാധാരണ കേൾക്കാത്തൊരർത്ഥമാണ്. മറ്റൊരർത്ഥം സാധാരണ കേട്ട പിടിച്ചർത്ഥമാണെന്ത്, ഒരു വർഷം കൂടി നിനക്ക് ആയുസ്സുണ്ടാകും എന്നതിലേക്കുള്ളൊരു സൂചനയാണെന്നാണ്. ഏതായാലും രണ്ടും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നാളെ നമ്മൾ എന്താ ഒരു നിർബന്ധ ബുദ്ധിയ അത് മുടങ്ങാതെ നോക്കുക. വീട്ടുകാരെ കൊണ്ടൊക്കെ എന്താ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിട്ട് മക്കളെ കൊണ്ടൊക്കെ അത് നോക്കിപ്പോക്കുക. അതിന്റെ കൂലി നമുക്ക് കിട്ടും. മാത്രമല്ല നാളത്തെ അറഫാ ദിവസമുള്ള മറ്റൊരു പ്രത്യേകത, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറയുന്നു, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫത. അല്ലാഹുവിന്റെ അടിമകളെ ഏറ്റവും കൂടുതൽ അല്ലാഹു നരകമോചനം നടത്തുന്ന ഒരു ദിവസവും ഇല്ല അറഫാ ദിവസത്തെക്കാൾ. നമ്മളൊക്കെ തെറ്റുകൾ അധികരിച്ച, നന്മകൾ കുറഞ്ഞ ഒരുപക്ഷെ നരകത്തിന്റെ ആളുകളായിരിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നാളെ അള്ളാഹുവിനോട് നമ്മൾ തേടാ, റബ്ബേ ഒന്നുമില്ല. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ച അള്ളാഹുവിനോട് ഒന്നിങ്ങനെ കൈയോർത്തി, അള്ളാഹു ഒരുപാട് ആളുകളെ, ഒരുപാട് പാപികളെ നീ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന പരിശുദ്ധമായ ദിവസമാണ് നാളെ, രാത്രിയാണെങ്കിൽ. അള്ളാഹു പാപിയായ എന്നെയും എന്റെ മാതാപിതാക്കളെയും എന്റെ കൂട്ടുകാരൊക്കെ അതിൽ നിന്ന് ഉൾപ്പെടുത്തണേ അള്ളാഹ്. എന്നിങ്ങനെ നീ എനിക്ക് പുറത്തിറങ്ങാൻ മനസ്സോട് ഒരു വാക്ക് എന്ന് പറഞ്ഞേക്ക്. കണ്ണ് നനയണം, നമ്മളെ തൊണ്ട ഇടറണം, ചുണ്ട് പിടക്കണം. ഇതൊക്കെ നമ്മൾക്ക് ഇനി വരാം. അതുകൊണ്ട് കൂടുതൽ ടൈം നമ്മളെ കളയാതെ പെട്ടെന്ന് പരിപാടിയൊക്കെ നമ്മൾ നിർത്തിയിട്ട് എന്താക്കാം, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ വിഭാഗത്തിൽ മുഴുകുകയോ ചെയ്യാം. ഇനി നമ്മൾ എന്താക്കുക, ഈ ദിവസങ്ങളിൽ പെരുപ്പിക്കേണ്ട ഒരു ദിക്ർ നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ എന്ന കൂടുതൽ നമ്മൾ നാളെ വർദ്ധിപ്പിക്കുക. കഴിയുന്ന രാത്രിയും നാളെ പകലൊക്കെ എന്താക്കുക, വർദ്ധിപ്പിക്കുക. നമ്മുടെ നഫ്സിനുള്ള തസ്കിയത്തിന് അത് വളരെ ഉപകരിക്കും. മാത്രമല്ല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ആ തസ്ബീഹ് നമ്മൾ സാധാരണ അറിയുന്ന തസ്ബീഹാണ്. ഇതിന്റെ ഫضല് മനസ്സിലാക്കിയാൽ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് ചെല്ലും. വേറെ അത്രയും ഫضലുകളാണ്, അത് നമ്മൾ പറയാൻ സമയമില്ല. കാരണം ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി തആല അർബഉൻ. അല്ലോ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമിൽപ്പെട്ട കലാമാണ് 4 വാക്കുകൾ. അത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതൊക്കെ നമ്മള് മദ്രസയിലൊക്കെ പഠിച്ച, പിന്നെ കാണാതെ പഠിച്ച തസ്ബീഹുകളാണ്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇപ്പൊ ഇതുവരെ നമ്മൾ ജീവിച്ചു, എത്ര സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ നമുക്ക് ചെല്ലാൻ സമയമില്ല. മാത്രമല്ല, നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം റസൂലുള്ളാഹി മിഅ്റാജ് പോയ സമയത്ത് റസൂലുള്ളാഹിനോട് വസിയത്തായിട്ട് കൊടുത്ത, ഒരു സമ്മാനമായിട്ട് കൊടുത്തത് ഉമ്മത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഉമ്മത്തിന് ഇത് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ഈ ദിക്ർ, ഈ തസ്ബീഹ് അവരോട് ചൊല്ലാൻ പറയണം. കാരണം അത് സ്വർഗത്തിലെ റാസിൽപ്പെട്ടതാണ്. റാസ് അവിടെ നടുന്ന ചെടികളിൽപ്പെട്ടതാണ്, മരത്തിൽപ്പെട്ടതാണെന്നാണ്. അപ്പൊ നമ്മൾ ഓരോന്ന് ചൊല്ലുമ്പോഴും, ഓരോ പ്രാവശ്യം ഇത് ഇങ്ങനെ ആവർത്തിക്കുമ്പോഴും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഓരോ മരങ്ങൾ നട്ടുപിടിക്കപ്പെടുന്നു. അത് നമുക്ക് വേണ്ടി തന്നെയാണ് അള്ളാഹു ഒരുക്കി വെക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഓരോ പ്രാവശ്യം 100 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ 100 കണക്കിന് പൂന്തോട്ടങ്ങൾ, 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ നമ്മൾ സ്വർഗത്തിൽ വാങ്ങാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. സ്വർഗത്തിൽ നമ്മളിങ്ങനെ വാങ്ങാണ്, സ്ഥലം വാങ്ങാണ്. നമ്മളിപ്പോ നാട്ടിലൊക്കെ ഒരു 3 സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ എത്ര കൊല്ലം കഷ്ടപ്പെട്ട് അല്ലെ നമ്മൾ ബുദ്ധിമുട്ടണം. എന്നിട്ട് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ പണയം വെച്ച് പിന്നെ പണം എടുക്കണം. ഇത് അള്ളാഹു നമുക്ക് ഓഫറായ സ്വർഗത്തിൽ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പറഞ്ഞാൽ അർത്ഥം എന്താ? നമുക്ക് വേണ്ടി ഇങ്ങനെ അവിടെ സ്ഥലങ്ങൾ, ഏക്കറ കിടക്കുന്ന സ്ഥലങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി ഇങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ്. അത് എന്തൊരു മഹാന്മാർ പറയുന്നു, അവന്റെ സ്ഥലം, ഓരോരുത്തരുടെ സ്ഥലം എത്രത്തോളം വിശാലമാകണോ അത്രത്തോളം പെരുപ്പിച്ചോ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നിങ്ങനെ പെരുപ്പിച്ചോ. അത് അവനക്ക് കിട്ടുന്നത്ര കിട്ടും. കുറച്ചവനക്ക് കുറച്ച് കിട്ടും, തീരെ ചെല്ലാത്തവർക്ക് ഒന്നും കിട്ടിയില്ല എന്ന് മഹാന്മാർ പറയുന്നു. മാത്രമല്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്റെല്ലാം നമ്മൾ ശ്രമിക്കുക. അത് ഒരാള് മൻഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫി യൗമിൻ 100 മറ, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു 100 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ ഖുത്തത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, അവന്റെ ദോഷങ്ങള് പിന്നെ കടലിൽ തിരയടിക്കുന്ന സമയത്ത് നുരഞ്ഞു പോകുന്ന, പൊങ്ങുന്ന ആ നുരകളെക്കാളും അധികമുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം, അല്ലെ ഒരു 2-3 മിനിറ്റ് മതി. അത് നമ്മൾ ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ, 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ തെറ്റുകളും ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു. അത് എത്രത്തോളം ഉണ്ട്. വലിയ പാപിയാണ് അല്ലെ. കാലം മുഴുവനും തെറ്റ് ചെയ്തിട്ട് അവരുടെ തെറ്റുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ സമുദ്രത്തിൽ തിരയടിക്കുന്ന സമയത്ത് ഉയർന്നു പോകുന്ന ആ പതയുണ്ടല്ലോ, പത അതുപോലെ ഉണ്ടാവും. അതിനേക്കാളും ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. നമ്മൾ ഇന്ന് ചൊല്ലിയോ? ചിന്തിച്ചു നോക്കിയോ? ഇതൊരു നേരിട്ടുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ ഇന്നിപ്പോ രാവിലെ മുതൽ ഇപ്പൊ രാത്രിയായി ഉറങ്ങാനുള്ള സമയം, ഇന്ന് നമ്മൾ ആരെങ്കിലും ഒരാള് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി ഇങ്ങനെ ഒരു 100 പ്രാവശ്യം എപ്പോഴൊക്കെ ചെല്ലാമായിരുന്നു അല്ലെ. നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത്, ബസ്സിൽ ജോലിക്ക് പോകുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷോപ്പിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് ചെല്ലായിരുന്നു. നഷ്ടപ്പെട്ടുള്ളൂ അല്ലെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് നാളെ മുതൽ ഒരു പുതുജീവിതം പോലെ നമുക്ക് തുടങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താക്കണം, അത് പകർത്തണം. മാത്രമല്ല നമുക്കറിയാം, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. എല്ലാത്തിലും ഇതുവരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാസമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രാവുകളാണ്. അതിൽ ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട. എന്നാൽ മീസാനിലാണെങ്കിൽ വലിയ കനം തൂങ്ങാണ്. മീസാനിൽ കനമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല അല്ലെ. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, മീസാനെങ്ങാനും കനം കുറഞ്ഞാൽ അവന്റെ വാസസ്ഥലം ഹാവിയ. വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ. എന്താണ് ഹാമിയ എന്ന് പറഞ്ഞാൽ? അത് നാറുൻ ഹാമിയ. ഹാവിയ എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്നതായ, ഉരുകി ഒലിക്കുന്നതായ നരകമാണ്. ആർക്ക്? മീസാനിൽ നന്മ കനം കുറഞ്ഞാൽ. ഒമൻ സഖുലത്ത് മവാസീനു, ആരെങ്കിലും മീസാൻ തൂങ്ങിക്കഴിഞ്ഞാൽ, കനം തൂങ്ങിയാൽ, ഒമൻ സഖുലത്ത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാളിയ, നല്ല ഹാപ്പിയായ റാളിയായ ജീവിതമാണ്. നമുക്കതൊക്കെ കൊതിക്കുന്ന ആളുകളാണല്ലേ. അതൊക്കെ കിട്ടണമെങ്കിൽ ചൊല്ലണം. ഇനി നമ്മൾ ചിന്തിക്കുക, എന്റെ നഫ്സിനോടാണ് ചോദിക്കണ്ട, ഇതൊരു ക്ലാസ് പോലെ ആയതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഇന്നിപ്പോ രാത്രി വരെ ആയി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് ഒരു 100 പ്രാവശ്യം ചൊല്ലാരും കണ്ടാവും. ഒരുപാട് ആളുകളുണ്ടാവും. ഞാനൊരു രസത്തിനോട് ഇങ്ങനെ ചോദിക്കാണ്, ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇല്ലാത്തവരെ ചിന്തിക്കണം. അല്ലാഹ് എത്ര ദുൽഹജ്ജ്, സാധാരണ മാസമല്ല, ദുൽഹജ്ജിന്റെ
യൗമു തർവിയത്തിന്റെ ദിവസമായിരുന്നു, എന്നിട്ട് പോലും എനിക്കത് ചെല്ലാൻ വേണ്ടി ബോധം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ പരിഹരിച്ച് നാളെ ഒരുപാട് ചെല്ലാം. മീസാൻ ഇങ്ങനെ കനം തൂങ്ങിയിട്ട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അള്ളാഹു നാളെ നമ്മിലേക്ക് കൂടുതൽ അടുക്കുന്ന ദിവസമാണ്. ഒരുപാട് ആളുകൾ ഇത്തൊക്കെ ചൊല്ലുന്നു, ഒരുപാട് ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നു. അങ്ങനത്തെ ഒക്കെ ദിവസങ്ങളിൽ ചെല്ലിയിട്ട് എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം ഞാൻ ഇതൊരു എന്റെ വെറുതാക്കി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്നിങ്ങനെ ചൊല്ലുമെന്ന് നമ്മൾ ചിന്തിക്കാം. പിന്നെ നമ്മൾ എന്താക്കുക, നമ്മൾ ചെയ്യുന്ന എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ എല്ലാ ദിക്റുകളും ജീവിതത്തിൽ പകർത്താം. അങ്ങനെ അള്ളാഹ്ക്ക് ദിക്റ് ചെല്ലുന്ന ദാക്കിരീങ്ങളാവുക, അള്ളാഹിന്റെ പിന്നെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന ശാക്കിരീങ്ങളാവുക, അള്ളാഹുവിന്റെ പിന്നെ നിഅമത്തിന് ഹംദ് ചെയ്യുന്ന ഹാമിദീങ്ങളാവുക. ഇതൊക്കെ നമ്മളാവണം. അത് വെറും നമ്മളിങ്ങനെ ജോലിക്ക് പാന്റ് സൂട്ടൊക്കെ ഇട്ട് ജോലിക്ക് പോയി തിരിച്ചു വന്ന് കുളിച്ച് റെഡിയായി മെസ്സുണ്ടാക്കി ഭക്ഷണം കഴിച്ച് കുറച്ച് പത്രവും പിന്നെ വാട്സപ്പൊക്കെ നോക്കി കിടന്നിറങ്ങുന്ന ആളാൻ പാടില്ല. നമ്മൾ ഇതിലൊക്കെ പെടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്പം ഈ പറഞ്ഞതായ ദിക്റൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നൊരു 100 പ്രാവശ്യം ഞാൻ ചൊല്ലുമ്പോൾ എന്റെ ദോഷങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെടുന്ന നമ്മളിങ്ങനെ എന്താണ് അനുഭവിക്കണം. നമ്മളകത്ത് മൊബൈൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടായിട്ട് അതിങ്ങനെ നക്കിയാൽ നങ്ങുന്നില്ല. അപ്പൊ നമ്മളെന്താക്കും, അതൊക്കെ സെലക്ട് ഓൾ എന്ന് കൊടുത്തിട്ട് ഒരു ഡിലീറ്റ് ആക്കലുണ്ടല്ലേ. ആ ഡിലീറ്റ് ആക്കുമ്പോൾ അതിങ്ങനെ നമുക്ക് തന്നെ ഒരു റാഹത്തോല, അല്ലാ സന്തോഷായി, ഇനി അത് ചെക്കായല്ലോ. അതുപോലെ നമ്മളിങ്ങനെ ഈ ചെല്ലുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞതാണല്ലോ, നമ്മൾ തെറ്റുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് നമ്മളിങ്ങനെ അനുഭവിക്കണം. എന്നാൽ വീണ്ടും നമ്മൾ റിഫ്രഷ് ആയിട്ട് കൂടുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാനൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ടാണ്, തെറ്റുകൾ പൊരുത്തപ്പെടിക്കുന്നില്ല. ഇസ്തിഗ്ഫാർ ഒരു ദിവസം 100 പ്രാവശ്യം. ചിലപ്പോൾ നമ്മള് ഒരു ഉദാഹരണം പറയാം, സമയം തോന്നുന്നല്ലേ, സമയം പറയണോ? നിർത്താനല്ലേ? 5 മിനിറ്റ് കൊണ്ട് നിർത്താലോ ഇൻഷാ അല്ലാഹ്. ബോറടിക്കുന്നില്ലല്ലോ? ഇൻഷാ അല്ലാഹ് സമയം ഏതായാലും ഉറങ്ങാനുള്ള സമയം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിപ്പോ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈ എവിടെ പിടിക്കാതെ, ബസ്സിൽ കയറിയാൽ എവിടെ പിടിക്കാതെ, ചിലർക്ക് ടിഷ്യൂ കൊണ്ടൊക്കെയാണ്, ചിലർക്ക് പെന്നോണ്ടൊക്കെ ഇങ്ങനെ മുട്ടിയിട്ടൊക്കെ വാതിലൊക്കെ തുറക്കും. അങ്ങനെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ പിന്നെ നമ്മൾ എന്താക്കും, വളരെ സൂക്ഷ്മതയോടെ. പിന്നെ നമ്മൾ പോയി തിരിച്ചു വന്നാൽ ഈ 10 മണിക്കൂറിനുള്ളിൽ നമ്മൾ എവിടെയൊക്കെ തൊട്ടു എവിടെയൊക്കെ തൊട്ടില്ല എന്നൊക്കെ നമുക്ക് വളരെ ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത്ര ഹിസാബെടുത്താൽ പറയാൻ പറ്റും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. കോവിഡിന് മുമ്പ് നമ്മൾ എവിടെ തൊട്ടു, എവിടെ പിടിച്ചു, എവിടെ ചാരി ഇരുന്നു, എവിടെ ഇതാക്കി, എവിടെ കടന്നു, എവിടെ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അന്ന് ഒരു പ്രശ്നമില്ല. ഇന്ന് നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ എവിടെ നോക്കി, എവിടെ കണ്ടു, ഏതൊരു പെണ്ണ് ഇവിടെ പോകുമ്പോൾ പിന്നെ ശരിക്കും ഔറത്ത് മറക്കാതെ കാലൊക്കെ കാണുന്ന ഒരു പെണ്ണ് ഞാൻ നോക്കി എന്നുള്ള ചിന്ത നമ്മൾക്ക് വരുന്നില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഞാൻ എവിടെ നിന്ന് തൊട്ടിട്ടുണ്ടാവും എന്ന് പേടിച്ചുകൊണ്ട് നമ്മൾ റൂമിലെത്തിയപാടെ നിന്നുണ്ടാവും. നമ്മൾ സാനിറ്റൈസറൊക്കെ നല്ലപോലെ കൈയൊക്കെ കഴുകി നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകി നമ്മൾ റാഹത്തായി, കോവിഡ് എനിക്ക് വരില്ല എന്നുള്ള ഉറപ്പില്ല നമ്മൾ ഉണ്ടാക്കാൻ അൽഹംദുലില്ലാഹ് അവൻ്റെ അവിടെ കിടക്കാണ്. എന്നാൽ ഞാൻ ഇന്ന് ബസ്സിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എത്രയോ പെൺകുട്ടികൾ കണ്ടിട്ടുണ്ടാവും, എത്രയോ ആളുകളെ ഞാൻ വികാരത്തോടെ നോക്കിയിട്ടുണ്ടാവും. അതൊക്കെ എന്റെ ഹൃദയത്തിൽ അതിന്റെ അണുക്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനിന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നൊരു 100 പ്രാവശ്യം, അതൊന്നും വലിയൊരു കാര്യമൊന്നുമല്ല. കാരണം റസൂലുള്ളാഹി 100 പ്രാവശ്യം ചെല്ലാറുണ്ട്. എന്നിട്ടല്ലേ ഇപ്പൊ നമ്മൾ 1000 ചെല്ലും. എന്നാലും എന്റെ ഇന്നത്തെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ പൊരുത്തപ്പെടിക്കട്ടെ എന്നുണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലിയാൽ നമ്മൾ അത് ചിന്തിക്കുന്നില്ല. കാരണം നമുക്ക് ഭൗതികമായ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ദ്വാരക്കാണ്. പിന്നെ നമ്മൾ വസ്ത്രം ധരിക്കുന്ന സമയത്തുള്ള അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ. ഭക്ഷണം കഴിച്ച ഉടനെ അൽഹംദുലില്ലാഹി അല്ലദീ പിന്നെ സഖാനി അത്അമനി വസഖാനി. ഇതൊക്കെ നമ്മൾ എന്താക്കുക, അത് മനക്കരുത്തോടെ നമ്മൾ ഇന്ന് മുതൽ ചെല്ലും. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല, നമ്മൾ ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് കാര്യം ഇപ്പൊ ഞാനിപ്പോ ചോദിക്കണം, ഉസ്താദ്മാരോട് എല്ലാവരും ഉണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും ചോദിക്കാണ്. ഞാൻ ഇന്നിപ്പോ നമ്മളൊക്കെ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നു. ഞാൻ ചോദിക്കാണ്, രാവിലെ നമ്മൾ പാൻറ് മുപ്പയൊക്കെ ഇടുന്ന സമയത്ത് ഈ ദിക്കർ ചൊല്ലിയോ ഒന്നൊക്കെ ചോദിച്ചാൽ നമ്മളിങ്ങനെ ഒരു ഉരുണ്ടളിക്കല ചൊല്ലില്ല തോന്നുന്നു, ചൊല്ലിട്ടുണ്ടാവും. പിന്നെ എല്ലാവരുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താക്കും, നമ്മള് പേഴ്സണലായി ചോദിച്ചാൽ നമ്മളങ്ങനെ പറയും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ചൊല്ലി എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. കാരണം അള്ളാഹു ചെയ്ത വലിയൊരു നിയമത്താണ്. അള്ളാഹിന്റെ ആ ഇഷ്ടം നോക്കണം നമ്മൾ. ഞാൻ ആദ്യത്തെ തുടങ്ങി വെച്ച മഹബത്ത് ഉണ്ടല്ലോ, അത് ഇത്രയൊക്കെ അള്ളാഹു നമുക്ക് നൽകി. നമ്മൾ തെറ്റ് ചെയ്യുന്നു, പിന്നെ ഹറാമ് കാണുന്നു, സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു, എന്നിട്ട് കടന്നുറങ്ങുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഇതൊക്കെ ചെയ്തിട്ട് നല്ലവരാണ്. രാവിലെ നീ പോകുമ്പോൾ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ എന്നൊരാള്
ആ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു ചെയ്ത വലിയ ശുക്റാണ്, നിഅമത്തിന് ശുക്റായിട്ട് അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഹദീസിൽ കാണാം അള്ളാഹിന്റെ ആ മഹബത്ത് കണ്ട നമ്മൾ അള്ളാഹു നരത്തിൽ കടത്താതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ്. അള്ളാഹു അവന്റെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുകയാണ് നമ്മൾ മനസ്സറിഞ്ഞ് ചെല്ലിയാൽ. മാത്രമല്ല ഓരോ രാത്രിയിലും അള്ളാഹു പിന്നെ യബ്സുത്തു യദഹു ലിയതൂബ മുസി അന്നഹാരി, പകലിൽ സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ ആരെങ്കിലും പൊരുത്തപ്പെടിക്കാൻ വേണ്ടി എന്റെ വാതിൽക്കലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അള്ളാഹു കാത്തിരിക്കുകയാണ്. രാത്രി സംഭവിച്ച തെറ്റുകളെ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി എന്റെ അടിമകൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അള്ളാഹു കാത്തിരിക്കുകയാണ് പകലിൽ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു പറയുന്നുണ്ട് ഇബാദി ഇന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറും റഹീമുമാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. ഇദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നാളെ മശ്റാവൻസഭയില് വലിയൊരു വാളും പിന്നെ വടിയൊക്കെ എടുത്ത് ചോദ്യം ചെയ്യാൻ വരുന്ന, നമ്മളെങ്ങനെ ചിന്തിക്കരുത് സാധാരണ അല്ലേ. പിന്നെ അള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചതെന്താണ്, നമ്മളിങ്ങനെ കുറെ കാലം ജീവിച്ച് വയസ്സായി മരിച്ച് ഖബറിൽ ഒരുപാട് കടന്ന് എന്നിട്ട് മശ്റയിലെ സൂറന്ന ഇതിനൊക്കെ ഒരാളിങ്ങനെ ഊതി എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് വന്ന് മശ്റയിലേക്കൊക്കെ എത്തി ഒരുപാട് കാലം അവിടെ നിന്ന് ഹിസാബ് തുടങ്ങാൻ കുറേ സമയം ഉണ്ടല്ലോ കഴിഞ്ഞ് എന്നിട്ടാകുമ്പോൾ ഒരാളിങ്ങനെ വരാം അല്ലെ, വലിയൊരു പിന്നെ ബുക്കും പടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി. എന്നിട്ടാണ് അപ്പൊ അത്രയും വിദൂരമായിട്ടാണ് അള്ളാഹുവിനെ നമ്മൾ കാണുന്നത്. എന്നാൽ അള്ളാഹ് പറയുന്നു ഇദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് നബിയെ തങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? ഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്ത് തന്നെയുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ആ ഒരു ചിന്തയോടെ എപ്പോഴും അള്ളാഹ് എന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ നന്മ ചെയ്യുമ്പോഴും ആ ഇഖ്ലാസ് അള്ളാഹു എന്നെ കാണുന്നുണ്ട്. ഇന്നിപ്പോ നമ്മള് ഇനിയിപ്പോ ഉറങ്ങാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ പോണല്ലേ, സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, എന്നെ ഒരുപാട് മഹബത്ത് വെക്കുന്ന, എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഒരു ഹംദ് പറയുമ്പോഴേക്ക് എല്ലാം പൊരുത്തപ്പെട്ട് തരുന്ന, ഒരു സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 പ്രാവശ്യം ചൊല്ലുന്ന സമയത്ത് സമുദ്രത്തിന്റെ തിരമാലകളെക്കാളും അധികമുള്ള, നിറയേക്കാളും അധികമുള്ള തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ട് തരുന്ന എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാനിങ്ങനെ സുജൂദിൽ വീഴുകയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വജ്ഹത്തു വജ്ഹിയല്ലദി എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മൾ കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത് കൈകെട്ട ഉടനെ ഞാൻ പറയുന്നത് എന്റെ ശരീരത്തിന്റെ കിബില കഅബയാണെങ്കിലും എന്റെ ഖൽബിന്റെ കിബില വജ്ഹത്തു വജ്ഹിയല്ലദി ഫത്തറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച എന്റെ പ്രിയപ്പെട്ട അള്ളാഹു നിന്നിലേക്ക് ഞാൻ എന്റെ ഖൽബിനെ മുന്നിടിക്കുന്നു. കണ്ടോ, അങ്ങനെ നമ്മൾ അള്ളാഹു എന്റെ കൂടെയുണ്ട്, അള്ളാഹു ഇന്നി ഖരീബ് എന്നുള്ള ആ ഒരു വാക്ക്, ഇദാ സഅലക ഇബാദി ഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, അവിടെ അള്ളാഹുവിനോട് നല്ല ഉഷാറായിട്ട് ഇന്ന് രാത്രിയിലും നാളെ പകലിലും ഇനി നാളത്തെ രാവുകളൊക്കെ അള്ളാഹുവിനോട് കൂടുതൽ ദുആ കൊണ്ട് നമ്മൾ മുന്നിടുക എന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. നമ്മൾ ചെറിയൊരു 2 വാക്കിൽ ദുആ ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് സമയം എടുക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരങ്ങളിൽ നമുക്ക് ഇതുപോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്പാൽപമായി നമുക്കത് പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അർഹമർ റഹീമായ അള്ളാഹു, പരിശുദ്ധമായ രാവിലെ ഇതിന്റെ പുണ്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു മൊബൈൽ പോലും തൊടാതെ നമ്മൾ ഇബാദത്തിലായി പൂർണ്ണമായും ഒഴുകിപ്പോകും. അത്രയും പുണ്യകരമായ ശ്രേഷ്ഠമായ അഫ്ളലു അയ്യാമി ദുനിയ എന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഈ രാവിൽ അർഹമർ റഹീമായ റബ്ബേ നിന്നിലേക്ക് ഒരു ഇൽമിന്റെ മജ്ലിസിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അർഹമർ റഹീമായ റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇന്നത്തെ രാത്രിയിൽ ഒരുപാട് പാപികൾക്ക് പുറത്തു കൊടുത്ത് നരകമോചനം നടത്തുന്ന, സ്വർഗവാസികൾ ഉൾപ്പെടുത്തുന്ന ഈ രാവിൽ പാവങ്ങളായ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളിൽ മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മശായിഖ്മാരെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഒരുപാട് ഞങ്ങൾ പേടിക്കുന്ന ഈ കോവിഡ് പോലത്തെ പകർച്ചവ്യാധിയിൽ നിന്നും ഈ ദിവസത്തിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. നാളെ അറഫാ മൈതാനി ഒരുമിച്ച് കൂടുന്ന ഹജ്ജാജികളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഒരു ഓർമ്മയും തൗഫീഖ് നൽകണേ അല്ലാഹ്. ലോകത്ത് ഇന്ന് നടക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും ഒരു മോചനം അവരുടെ ദുആ കൊണ്ട് നീ തരണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഒരുപാട് രോഗികൾ
ഐസൊലേഷൻ വാർഡിലും അതേപോലെ തന്നെ ക്വാറന്റൈനിലൊക്കെ കിടക്കുന്നുണ്ട്. അർഹമുർ-റഹീമാനബെ അവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. അർഹമുർ-റഹീമാനബെ നിന്റെ ദീനിന് വേണ്ടി നിന്നെക്കുറിച്ച് ഇതേപോലെ പറയാൻ നിന്റെ മഹബത്ത് ഇത്രയോളം ഉണ്ടെന്ന് ഞങ്ങൾ ഇതിനെ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നു, ഞങ്ങൾ കിടന്നുറങ്ങുന്നു, കോമഡി കാണുന്നു, സീരിയൽ കാണുന്നു, എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നു. എന്നിട്ട് പോലും ഞങ്ങളൊരു അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ, ഒരു സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 പ്രാവശ്യം പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും ഞങ്ങളറിയാതെ നീ പുറത്തു തരുന്നു എന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോൾ അർഹമുർ-റഹീമായ അല്ലാഹ് വളരെ ഇഷ്ടമായി. അർഹമുർ-റഹീമായ അല്ലാഹ് നിന്നിലേക്ക് തസ്ബീഹുകളും തഹ്ലീലുകളും ഇസ്തിഗ്ഫാറുകളും ചൊല്ലി കൂടുതൽ എടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ ചോദിക്കാൻ മറന്നുപോയ എല്ലാ ഖൈറുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ കാവൽ ചോദിക്കാൻ വിട്ടുപോയ എല്ലാ ദുരിതത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമസ്കാരം പറയാണ്ടോ? ഞാനാ പറയാനാ? ആരും പറഞ്ഞോ? മുസ്തഫ അലി പറഞ്ഞോ? പ്രസിഡന്റ്. ആ ആ ആ آمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله. क्या